ഇന്നലെ റൂം ക്ലീൻ ആക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സംഭവം ഞാൻ പണ്ടെപ്പോഴൊക്കെ പ്രിന്റ് എടുത്ത് വെച്ചതാണ്. അപ്പോൾ വിചാരിച്ചു എന്തായാലും നമുക്ക് ജേണലാക്കാനും. ജേണൽ എന്ന് വെച്ചാൽ ചെറിയ ഒരു ജേണൽ എൻ്റെ രീതിക്ക് ഞാൻ ചെയ്യുന്ന ഒരു ഇതാണ്. ഇതെൻ്റെ ഒരു മെമ്മറിയായിട്ട് ഞാൻ സൂക്ഷിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതിന് ഞാൻ ജേണൽ എന്ന് പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും ഞാൻ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എന്തായാലും എൻ്റെ പേഴ്സണൽ ഡയറിയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഓൾറെഡി ഇപ്പോൾ മൂന്നാമത്തെ ഡയറിയാണ്. ഞാൻ ഡയറിയൊക്കെ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഴുതി തുടങ്ങിയിട്ട് ഏകദേശം 2-3 വർഷം ആവുന്നതേ ഉള്ളൂ. 2-3 വർഷമല്ല, ഒരു 4-5 വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഒന്നും ഞാൻ ഭയങ്കരമായിട്ട് ഡയറി എഴുതുന്ന ആളോ അങ്ങനെയൊന്നുമല്ല. ഇടയ്ക്ക് വെച്ചിട്ടാണ് ആ ഒരു ശീലം വന്നത്. കാരണം നമുക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കുക. അത് എഴുതി വെക്കുമ്പോൾ കുറച്ചുകൂടെ അതിനൊരു എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ ഫീൽ ചെയ്തുകൊണ്ട് ഞാനത് എഴുതി വെക്കാൻ തുടങ്ങി. എൻ്റെ ഏറ്റവും നല്ലൊരു മെമ്മറീസ്, അതുപോലെ നല്ലൊരു മൊമെന്റ് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കാൻ തുടങ്ങി. അത് പിന്നെ ഒരു ശീലമായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് എഴുതുന്നത് ഒരു നല്ലൊരു ഹാബിറ്റാക്കി മാറ്റി. പിന്നെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് മാത്രമല്ല, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ചുമ്മാ വെറുതെ ബോറടിച്ചിരുന്നാൽ പോലും ഞാനത് എഴുതുന്നത് എൻ്റെ ഒരു ഹാബിറ്റാക്കി മാറ്റി എന്നുള്ളതാണ്. അങ്ങനെ എഴുതി ഇത് എൻ്റെ ഒരു 4-മത്തെ ഡയറിയാണ്. 4-മത്തെ ഡയറിയാണ് എൻ്റെ. അപ്പോൾ ഇതിൽ ഞാൻ ഇന്ന് കുറച്ച് ഫോട്ടോസ് ഒട്ടിച്ച് വെക്കാൻ വിചാരിക്കുകയാണ്. ഇതിൽ ഓൾറെഡി ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയാണ് എഴുതിയിട്ടില്ലെന്നൊന്നും കാണിക്കുന്നില്ല. അല്ലാതെ കുറച്ച് ഫോട്ടോസ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും ഇപ്പം കയ്യിലുള്ള ഫോട്ടോസ് കൂടെ നമുക്ക് ഇതിലൊന്ന് പേസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫോട്ടോസ്. വളരെ കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ വിചാരിച്ചു എന്തെങ്കിലും ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് അത് എവിടെയെങ്കിലുമൊക്കെ പേസ്റ്റ് ചെയ്ത് വെക്കാം. കുറച്ച് എസ്തെറ്റിക് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കളറും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഫോട്ടോയാണ് എടുക്കുന്നത് കേട്ടോ. ഇത് എൻ്റെ ചേച്ചിയും ഞാനുമാണ്. ഫിൽറ്ററാണ് മൊത്തത്തിൽ. അപ്പോൾ ഇത് ഏകദേശം കൊറോണ സമയത്ത് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോയാണ്. കൊറോണ 2020 ആ ഒരു ടൈമിൽ ഞങ്ങൾ എടുത്ത ഫോട്ടോയാണ്. ഇന്ന് അവൾ എറണാകുളത്താണ്, ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തും. അവൾ കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു പ്രത്യേകതരം സങ്കടമൊക്കെ തോന്നാറുണ്ട്. കാരണം ഇവിടെ ഉള്ള സമയത്ത് ഞങ്ങൾ എപ്പോഴും ഭയങ്കര അടിയായിരുന്നു. എന്ന് വെച്ചാൽ സ്നേഹമായിട്ടൊക്കെ ഇരിക്കും, ഭയങ്കര മറ്റേ അടിയും ചക്കരയും പോലെ ഇരിക്കാറുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ഞങ്ങൾ എപ്പോഴും അടിയാണ്. അതുപോലെ തന്നെ ഞങ്ങളിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയുള്ള കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ എന്ത് ജോലി ചെയ്യണമെങ്കിലും അതിങ്ങനെ ഡിവൈഡ് ചെയ്യും. നോർമലി എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയായിരിക്കും. സിബ്ലിങ്സ് ഒക്കെ ഉള്ള വീട്ടിൽ ഞങ്ങളിങ്ങനെ ജോലി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പാത്രം ആണെങ്കിൽ വലിയ പാത്രങ്ങളൊക്കെ അവൾ വരും, ചെറിയ പാത്രങ്ങളൊക്കെ ഞാൻ ഇടും. മുറ്റടിക്കുന്നത് അവൾ, വീട് വെക്കുന്നത് ഞാനായിരിക്കും. അങ്ങനെ ഓരോ ജോലി ഞങ്ങളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അവൾ കല്യാണം കഴിഞ്ഞ് പോയ പിറ്റേന്നാണ് സത്യത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കിയത്. വേറൊന്നുമല്ല, സ്പ്ലിറ്റ് ചെയ്ത് ചെയ്തിരുന്ന ജോലി ചെയ്യാൻ തന്നെ ഭയങ്കര മടിയാണ്. കാരണം അത് ഓൾറെഡി കുറച്ചേ കാണുള്ളൂ. പക്ഷേ ഈ സ്പ്ലിറ്റ് ചെയ്ത ജോലിയൊക്കെ ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴേക്കും അതിനും ഞങ്ങൾ അടികൂടാറുണ്ട്. പക്ഷേ അവൾ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴേക്കും മൊത്തത്തിൽ ഞാൻ തന്നെ എല്ലാം ചെയ്യേണ്ട അവസ്ഥയെ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ അവളെ വല്ലാതെ അങ്ങ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എപ്പോഴും രാത്രി ഇങ്ങനെ എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ മാത്രം എപ്പോഴും കഥ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഭയങ്കര നല്ലൊരു മെമ്മറി. ഞങ്ങൾ സമയം 3-4 മണി ആയാൽ പോലും ഞങ്ങൾ അറിയില്ല. ഞങ്ങൾ എന്നുവെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ വീട്ടിൽ ഒന്നിച്ചിരുന്നവരായിരിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഈ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞതിന് ശരിക്കും ഞങ്ങൾക്ക് കഥകൾ പറയാനായിട്ടുള്ളത്. അത്രത്തോളം കഥകൾ ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ചില ദിവസങ്ങൾ 5 മണി വരെ ആയിട്ടാണ് ഞങ്ങൾ സംസാരിച്ചിട്ട് കിടന്നപ്പോൾ കിടക്കുന്ന ആ ഒരു ഇതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര മിസ്സിംഗ് ഉണ്ട്. ഇപ്പോൾ സത്യത്തിൽ നല്ല മിസ്സിംഗ് ഉണ്ട്. പിന്നെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവരുടെയും ലൈഫ് നോക്കണ്ടേ. എന്തായാലും ഫസ്റ്റ് നമുക്ക് ഇത് പേസ്റ്റ് ചെയ്യാം. ജേർണൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ വീഡിയോ ആയിരുന്നു. പക്ഷേ സംസാരിച്ച് സമയം പോയതിന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും 3 മിനിറ്റ് നമ്മുടെ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. എല്ലാവർക്കും ടാറ്റാ.